പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകാം കേട്ടോ. നമ്മുടെ ബാംഗ്ലൂർ സകലേഷ്പൂർ ഹസ് സെൻ്റർ നമുക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. നമ്മൾ പോകുന്നത് ട്രെയിൻ നമ്പർ 16511 KSR ബാംഗ്ലൂർ മുതൽ കോഴിക്കോട് വരെ പോകുന്ന എക്സ്പ്രസ്സിലാണ്. വണ്ടി കണ്ണൂർ വരെ മാത്രമേ പോകുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തു കോഴിക്കോട് വരെ. പക്ഷെ നമ്മൾ പയ്യന്നൂർ വരെയാണ് വണ്ടി പോകുന്നത്. സമയം ഇപ്പം 7 മണി ആയിട്ടുള്ളൂ. വണ്ടി 9:35 ഇവിടുന്ന് എടുക്കുന്നത്. ഞാനൊരു 2 മണിക്കൂർ മുമ്പേ ഇവിടെ എത്തി. കാരണം ബാംഗ്ലൂർ ബ്ലോക്കൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി ഇവിടെ കുറച്ച് നേരം പോസ്റ്റാണ്. പ്ലാറ്റ്ഫോം നമ്പർ 8 വണ്ടി വരുന്നത്. 16511 KSR ബാംഗ്ലൂർ കോഴിക്കോട് എക്സ്പ്രസ്. നമ്മൾ KSR എത്തി ഇവിടെ നിൽക്കുന്നത് കണ്ടോ ആരാണെന്ന്. ഈ നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് മുംബൈ വരെ പുതിയൊരു വന്ദേ ഭാരത് സ്ലീപ്പർ വരുന്നുണ്ട്. അതിൻ്റെ റേക്കാട്ടോ ഇവിടെ കിടക്കുന്നത്. സൂപ്പർ പരിപാടിയല്ലേ. നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ആട്ടോ ഇത് 12 കാർ വന്ദേ ഭാരത് ബ്രേക്കാണ്. ഇത് ട്രയൽ റൺ ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടിയത്. ബട്ട് ഇവർ ജൂണിൽ ഇതിൻ്റെ ഓപ്പറേഷൻസ് തുടങ്ങുമെന്നാണ് പറയുന്നത്. ബട്ട് സംഭവം കാണാൻ കൊള്ളാട്ടോ. അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. എല്ലാം 2026 മെയ്ഡ് കോച്ചാട്ടോ. അതുമാത്രമല്ല, നിങ്ങൾ മാർക്കിങ് ശ്രദ്ധിച്ചോ അറിയില്ല, എല്ലാം ഇപ്പം IR ആണ്. അതായത് SWR അങ്ങനെയൊന്നുമല്ല. എല്ലാം ഇന്ത്യൻ റെയിൽവേ ഉണ്ടാക്കിയാട്ടോ IR. നമ്മുടെ വണ്ടി മോസ്റ്റ്ലി പ്ലാറ്റ്ഫോം നമ്പർ 8 നിന്നാണ് എടുക്കാറ്. പിന്നെ ലേറ്റസ്റ്റ് ഇതുവരെ റണ്ണ് നോക്കിയാൽ വണ്ടി പയ്യന്നൂരെത്തിയത് 1 മണിക്കൂർ പ്ലസ് ലേറ്റ് ആയിട്ടാണ്. നമ്മുടെ KSR ബാംഗ്ലൂരിൽ നിന്ന് സാംഗ്ലി വരെ പോകുന്ന റാണി ചെന്നമ്മ എക്സ്പ്രസ് ആണ്. ഭയങ്കര ഫേമസും അത്യാവശ്യം ഡിമാൻഡിലൊരു വണ്ടിയാണ് റാണി ചെന്നമ്മ. ഭയങ്കര ഫേമസ് ഒരു വണ്ടി കേട്ടോ അത്. നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്ന വണ്ടിക്ക് റേക്ക് ഷെയറിംഗ് ഉണ്ട് കേട്ടോ. മറ്റേ മുരുടേശ്വർ ബാംഗ്ലൂർ എക്സ്പ്രസ്സുമായി റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ് നമ്മളിന്ന് പോകുന്ന എക്സ്പ്രസ് കേട്ടോ. 16511 റേക്ക് ഷെയറിംഗ് ഉണ്ട് മുരുടേശ്വർ ബാംഗ്ലൂർ എക്സ്പ്രസ് ആയിട്ട്. അതുമാത്രമല്ല, നമ്മൾ മംഗലാപുരം വരെ ഇത് മൊത്തം സൗത്ത് വെസ്റ്റേൺ റെയിൽവേ മൈസൂർ ഡിവിഷൻ്റെ അണ്ടറിലാണ്. അവിടുന്ന് പാലക്കാട് ഡിവിഷൻ കേട്ടോ. പിന്നെ മംഗലാപുരം എത്തിയിട്ട് നമ്മുടെ വണ്ടിക്ക് ലോക്കോ റിവേഴ്സലുണ്ട്. അതായത് ഡീസൽ ലോക്കോ ആണ് ഇവിടുന്ന് മംഗലാപുരം വരെ. അവിടുന്ന് ഇലക്ട്രിക് ലോക്കോ കൊടുക്കും. അങ്ങനെയാണ് മോസ്റ്റ്ലി ഇപ്പം നടക്കാറ്. അതുമാത്രമല്ല, നമ്മളെ വണ്ടിക്കുണ്ടല്ലോ 3 മണിക്കൂറോളം സ്ലാക്ക് ടൈം കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രാ ടൈം കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്നലെ 1.5 മണിക്കൂർ ലേറ്റായ വണ്ടി കോഴിക്കോട് എത്തുമ്പോൾ 10 മിനിറ്റ് ബിഫോർ ടൈം ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര ടൈമാണ് അവർ എക്സ്ട്രാ കൊടുത്തേക്കണം ആ വണ്ടിക്ക്. അതുമാത്രമല്ല, നമ്മുടെ വണ്ടിക്കുണ്ടല്ലോ സകലേഷ്പൂറിന്ന് ബാങ്കർ അറ്റാച്ച് ചെയ്യും. അതായത് രാത്രി 1:45 ആയിരിക്കും. 1:45 ഈ വണ്ടിക്ക് എൻജിൻ്റെ ഫ്രണ്ടിലുണ്ടല്ലോ 3 ലോക്കോ അല്ലെങ്കിൽ 2 ലോക്കോ എക്സ്ട്രാ പിടിപ്പിക്കും. അതിനെ ബ്രേക്കർ എന്ന് പറയും. ബ്രേക്കർ, ഞാൻ ബാങ്കർ പറഞ്ഞാൽ തെറ്റിയാട്ടോ. ബ്രേക്കേഴ്സ് വെക്കും. ഈ കുന്നിറങ്ങണ്ടേ, അപ്പം ഇറങ്ങാനായിട്ട് ബ്രേക്കർ ലോക്കോ വെച്ച് ബ്രേക്ക് പിടിച്ച് കുന്നിറക്കിയ ശേഷം സുബ്രഹ്മണ്യ റോഡിൽ ഇവർ ഇതിന് ബ്രേക്കേഴ്സ് ഊരും. എന്നിട്ട് നോർമൽ ആദ്യം വന്ന ആ ഒരു ലോക്കോ വെച്ചിട്ട് തന്നെ മംഗലാപുരം വരെ പോകും. നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ കണ്ടത് ബാങ്കറാണ്. അത് ബാക്കിൽ നിന്ന് തള്ളും. ഇത് ബ്രേക്കർ ഫ്രണ്ടിൽ നിന്ന് ബ്രേക്ക് പിടിച്ച് കുന്നിറക്കും. അപ്പം അങ്ങനെയാണ് ഇത് നടക്കുന്നത് കേട്ടോ. നമ്മളെ വണ്ടിയുടെ റേക്ക് വന്നിരിക്കുകയാണ്. നമ്മളെ വണ്ടിയുടെ റേക്ക് ഒരു പീസ് വരാട്ടോ കൊണ്ട് പ്ലാറ്റ്ഫോമിൽ കയറ്റിയേ. നമ്മൾ പോകുന്നതിൻ്റെ സെക്കൻഡ് AC-യിലാണ് A2. അത് ഫ്രണ്ടിൽ നിന്ന് 4th കോച്ചാട്ടോ. ഇപ്പം ജനറലിലേക്ക് പോകാൻ ഇടിയാട്ടോ കാണുന്നത്. ഇവിടുന്ന് നമ്മളെ വണ്ടി ഇപ്പം അങ്ങോട്ട് പോകും. അവിടെ ലോക്കോ അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച്. 2009 ഉണ്ടാക്കിയതാണ്. ബട്ട് റീസെൻ്റ്ലി ഓവർഹോൾ ചെയ്ത് തോന്നുന്നു. റീസെൻ്റ്ലി ഓവർഹോൾ ചെയ്തൊരു അടിപൊളി LHB കോച്ചാട്ടോ അത്. ഇത് പിന്നെ പുതിയ സീനൊന്നുമല്ല, കണ്ടോ. കോച്ച് തുറന്നില്ല, അതിന് മുമ്പേ ജനലിലൂടെ കയറുക. എന്നിട്ട് അവൻ ഉള്ളിൽ കയറിയിട്ട് ഇതിലെ വന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലോക്കോ വന്നിരിക്കുകയാണ്. KJM ഷെഡിൻ്റെ WDP 4D ആണ് നമ്മുടെ ലോക്കോ. 40455. അങ്ങനെ ലോക്കോ ഫിൽ നടന്നിരിക്കുകയാണ്. KJM ഷെഡിൻ്റെ WDP 4D ആട്ടോ. 40455 ആണ് ലോക്കോ നമ്പർ. ഇനി ഇവൻ നമ്മളെ സകലേഷ്പൂരിൽ നയിക്കും. അതിനുശേഷം ബ്രേക്കർ അറ്റാച്ച് ചെയ്തിട്ട് സുബ്രഹ്മണ്യ റോഡ് വരെ പോകും. അവിടുന്ന് ബ്രേക്കർ റിമൂവ് ചെയ്ത് വീണ്ടും മംഗലാപുരം സെൻട്രൽ വരെ ഈ ലോക്കോ ആയിരിക്കും കേട്ടോ. സമയം ഇപ്പോൾ 9 മണി ആയിട്ടുള്ളൂ. നമുക്ക് 35 മിനിറ്റ് കൂടിയുണ്ട്. അപ്പം ലോക്കോ കപ്പിളിങ് നടന്നിരിക്കുകയാണ്. നമുക്കിനി കോച്ചിൽ പോയി കാണാം. ഓക്കെ, നമ്മൾ കയറിയപ്പോൾ തന്നെ ഇവർ ഈ ബെഡ് റോളും എല്ലാം കൊണ്ട് വെച്ചിരിക്കുകയാണ്.
ഈ വണ്ടിയുടെ കോച്ച് കോമ്പോസിഷൻ വരുന്നത് 4 ജനറലാണ്, 2 ഫ്രണ്ട് 2 ബാക്കിൽ, പിന്നെ ഒരു ഫസ്റ്റ് AC, 2 സെക്കൻഡ് AC, 4 തേർഡ് AC, 7 സ്ലീപ്പർ. അങ്ങനെയാണ് ഇതിൻ്റെ കോച്ച് കോമ്പോസിഷൻ വരുന്നത്. സമയം ഇപ്പോൾ 9:06 9:35 വണ്ടി ഇവിടെ നിന്ന് എടുക്കും. അപ്പം എൻ്റെ ബർത്ത് സൈഡ് അപ്പറാണ്, അപ്പുറത്ത്. അപ്പം ഞാൻ ബർത്ത് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബർത്ത്. ഇത് നമ്മുടെ ഹുബ്ലിയിൽ നിന്ന് KSR ബാംഗ്ലൂർ വരെ വരുന്ന ജനശതാബ്ദിയാണ്. ഇവൻ ശരിക്കും നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്കാണ് ഷെഡ്യൂൾ ആയത്. ബട്ട് നമ്മുടെ വണ്ടി ആദ്യം എടുക്കുന്നതുകൊണ്ട് ഇവൻ പിന്നെ ഇവിടെ ലാസ്റ്റ് സ്റ്റോപ്പ് ആയതുകൊണ്ട് ഇവനെ പ്ലാറ്റ്ഫോം നമ്പർ 9 തട്ടിയിട്ടാണ്. ഇതാണ് എൻ്റെ ഇന്ത്യൻ സ്റ്റൈൽ വാഷ്റൂം കേട്ടോ. നല്ല വൃത്തിയുണ്ട്, കാരണം ഇവിടുന്ന് ഇപ്പോൾ എടുക്കുന്നതുകൊണ്ടായതുകൊണ്ട് നല്ല വൃത്തിയുണ്ട് കേട്ടോ. നമ്മളെ വണ്ടി അങ്ങനെ 2 മിനിറ്റ് ലേറ്റായിട്ട് 9:37 KSR ബാംഗ്ലൂർ എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് യശ്വന്ത്പൂർ ജംഗ്ഷൻ. ഇവിടെ നമ്മുടെ ബ്ലീഡ് ബ്ലൂ ലിവറി അടിച്ച WDP 4D ഷണ്ടിങ് നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ, ഈ ജനശതാബ്ദിയുടെ റേക്ക് എടുത്തിട്ട്. കണ്ടോ എന്തൊരു കഷ്ടം നോക്കിയേ. ഇവിടെ ഒരു പവർ ചാർജിങ് പോയിൻ്റ് ഇല്ല, താഴെയും ഇല്ല. ഈ മൊത്തം 6 എണ്ണത്തിൽ അവിടെ ഒരു ചാർജിങ് പോയിൻ്റ്, ഇവിടെ ഒരു ചാർജിങ് പോയിൻ്റ് ഉണ്ട്. അപ്പം സൈഡിലോ അപ്പുറം സൈഡ് വരെ ചാർജ് ചെയ്യണ്ടേ. എന്തൊരു കഷ്ടം നോക്കിയേ. നമ്മളെ വണ്ടി അങ്ങനെ ഒരു 15 മിനിറ്റ് ലേറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നാൽ പോയി ഒന്ന് കിടക്കട്ടെ. രാവിലെ നമ്മൾ മംഗലാപുരം ജംഗ്ഷനോ സെൻറ്ററിൽ എത്തുമ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നമ്മൾ ബണ്ട്വാല് വിട്ട് ഇപ്പം മംഗലാപുരം ജംഗ്ഷൻ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി നല്ല പോക്കായിരുന്നു. രാത്രി 100-110 വരെ എടുത്തിരുന്ന് അടിപൊളി പോക്ക്. 110 സകലേഷ്പൂർ ഹസൻ കഴിഞ്ഞിട്ട് ഘാട്ട് സെക്ഷൻ ഇറങ്ങിയ ശേഷം നല്ല പോക്കാണ് വണ്ടി, അടിപൊളി പോക്ക്. രാത്രി നമ്മുടെ ബ്രേക്കേഴ്സൊക്കെ നല്ലപോലെ എന്താ ഫീൽ ചെയ്യും നമുക്ക്. അതായത് വണ്ടി ഇങ്ങനെ ഉന്തി ഇങ്ങനെ ബ്രേക്ക് പുഷ് ചെയ്ത് പോകുന്നത് നല്ല രസമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. നമ്മളിപ്പോൾ ഒരു 1.25 മണിക്കൂർ ലേറ്റാണ്. നിങ്ങളിപ്പം കണ്ടത് നമ്മുടെ കാർവാർ യശ്വന്ത്പൂർ എക്സ്പ്രസ് ആണ്. അത് രാവിലെ അവിടെ നിന്ന് വിട്ട വണ്ടിയാട്ടോ. അതിപ്പം മംഗലാപുരം ജംഗ്ഷൻ വിട്ട് ബണ്ട്വാൽ കയറുന്നത് വേണ്ടി നമ്മൾ ബണ്ട്വാലിൽ ഒരു 1.25 മണിക്കൂർ പിടിച്ചിട്ട്, അതുകൊണ്ട് വണ്ടി ഇപ്പോൾ എക്സാക്ട്ലി 1.25 മണിക്കൂർ ലേറ്റ് ആട്ടോ. അത് മാത്രം നമ്മളെ വണ്ടിക്ക് നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് മംഗലാപുരം ജംഗ്ഷൻ, മംഗലാപുരം സെൻട്രൽ. നമ്മുടെ വണ്ടിക്ക് ലോക്കോ ചേഞ്ച് ഉണ്ട്, ട്രാക്ഷൻ ചേഞ്ച് ഉണ്ട്. അതായത് ഡീസൽ ലോക്കോയിൽ നിന്ന് ഇലക്ട്രിക് ലോക്കോ കൊടുക്കും കോഴിക്കോട് വരെ. അതുമാത്രമല്ല നമ്മളെ വണ്ടിക്ക് ക്രൂ എങ്ങനെയാണെന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ നിന്ന് കയറിയ ക്രൂ സകലേഷ്പൂർ വരെ ഓടിക്കും. പിന്നെ സകലേഷ്പൂരിൽ നിന്ന് കയറിയ ക്രൂ മംഗലാപുരം സെൻട്രൽ വരെ ഓടിക്കും. സെൻട്രലിൽ നിന്ന് കയറിയ ക്രൂ കോഴിക്കോട് വരെ ഓടിക്കും. അങ്ങനെയാണ് എൻ്റെ ക്രൂ ചേഞ്ച് വരുന്നത് കേട്ടോ. നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ അനൗൺസ്മെൻറ്റിൽ കോഴിക്കോട് എക്സ്പ്രസ് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ KSRന്ന് കയറുമ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്തെന്ന് അറിയില്ല, നമ്മൾ KSRന്ന് കയറുമ്പോൾ ഒരു കണ്ണൂർ എക്സ്പ്രസ് തന്നെ പറഞ്ഞത്, കോഴിക്കോട് എക്സ്പ്രസ് എന്നല്ല പറയുന്നത്. ഇവിടെ എത്തുമ്പോൾ കോഴിക്കോട് എക്സ്പ്രസ്, അങ്ങനെ ബാംഗ്ലൂർ എത്തുമ്പോൾ കണ്ണൂർ എക്സ്പ്രസ് എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മളങ്ങനെ 1 മണിക്കൂർ 10 മിനിറ്റ് ലേറ്റായിട്ട് മംഗലാപുരം ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് ആട്ടോ. മുംബൈ LTT തിരുവനന്തപുരം വരെ പോകുന്ന നേത്രാവതി എക്സ്പ്രസ്.
അവൻ സെൻട്രൽ സ്കിപ്പ് ജംഗ്ഷനിൽ നിന്ന് സെൻട്രൽ ബൈപ്പാസ് ചെയ്തിട്ടല്ലേ പോകുന്നത്. അപ്പം അവനെ പോകാൻ വേണ്ടിയിട്ട് നമ്മളവിടെ പിടിച്ചിട്ടിരിക്കുക കേട്ടോ. കാരണം നമുക്ക് സെൻട്രലിലേക്ക് പോകണം. അപ്പോൾ ഇവൻ നേരെ നേത്രാവതി ക്യാബിനിലേക്ക് കയറുമ്പോഴേക്കും നമുക്ക് സിഗ്നൽ വീഴും കേട്ടോ. പക്ഷെ നമുക്ക് നല്ല ഭാഗ്യമാണ് കേട്ടോ, നമ്മൾ നിൽക്കുന്ന കോച്ചിൻ്റെ അവിടെ ഷെഡില്ല, അപ്പുറത്തെല്ലാം ഷെഡുണ്ട് കേട്ടോ. എന്താ ഭാഗ്യമല്ലേ. ഇപ്പം മംഗലാപുരം ജംഗ്ഷനിൽ വൻ പരിപാടിയായിട്ട് നടക്കാൻ പോണേ. കാരണം നമ്മൾ ഹസരത്ത് നിസാമുദ്ദീൻ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് വരുന്നുണ്ട്, മുംബൈയിലേക്ക് തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് വരുന്നുണ്ട്, പിന്നെ കോയമ്പത്തൂർ ജബൽപൂർ കോയമ്പത്തൂരുണ്ട്. എല്ലാം വാലേ വന്നുകൊണ്ടിരിക്കുക നേത്രാവതിയുടെ ബാക്കിലായിട്ട്. നേത്രാവതി ആണെങ്കിൽ ഓൾറെഡി 3.5 മണിക്കൂർ ലേറ്റാണ്. ബാക്കിൽ വരുന്ന എല്ലാം 2 മണിക്കൂർ 6 മണിക്കൂറൊക്കെ ലേറ്റായിട്ടാണ് കൊങ്കണ്ണ് തേച്ചൊട്ടിച്ച് വരിക കേട്ടോ. മംഗലാപുരം ജംഗ്ഷനിൽ മിക്കവാറും ഇന്ന് ഫുള്ളാവും. എല്ലാം ബാക്കിൽ വരിക. എങ്ങനെ എറണാകുളം എല്ലാം ഉണ്ട് ബാക്കിൽ. ഈ കാണുന്ന ലൈൻ കണ്ടുക, നമ്മൾ നേത്രാവതി എക്സ്പ്രസ്സൊക്കെ ഈ വഴിയാട്ടോ പോകുന്നത്. സെൻട്രൽ ബൈപ്പാസ് ചെയ്ത് ഇവിടുന്നേ നേത്രാവതിക്ക് പോകും. നമ്മൾക്ക് സെൻട്രൽ പോകുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ലൈനിലാണ് തിരിയുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഈ ലൈനിൽ തിരിഞ്ഞ് സെൻട്രലിലേക്ക് പോകും. സെൻട്രൽ ബൈപ്പാസ് ചെയ്ത് പോകേണ്ടവരൊക്കെ ഈ ലൈനിൽ നിന്ന് സെൻട്രൽ ബൈപ്പാസ് ചെയ്ത് നേത്രാവതിക്ക് പോകും. ഈ ലൈൻ കണ്ട, ഈ നമ്മളെ കാസർഗോഡ് നിന്നൊക്കെ മംഗലാപുരത്തേക്ക് വരുന്ന വണ്ടിയൊക്കെ വരുന്ന ഈ ലൈനാട്ടോ ഇത്. നമ്മുടെ ചെന്നൈ പ്രിൻസ് ആയിക്കോട്ടെ, മാവേലി, മലബാറൊക്കെ വരുന്ന ലൈനാട്ടോ ഇത്. രാവിലെ ഗാർഡ് സെക്ഷൻ ഇറങ്ങി വന്ന വണ്ടിയിൽ ഒന്ന് നമ്മൾ പഞ്ചഗംഗയുണ്ട് കേട്ടോ. പഞ്ചഗംഗ കാർവാർ പോകുന്ന പഞ്ചഗംഗ, പിന്നെ നമ്മളെ വണ്ടി, പിന്നെ വിജയപുര മംഗലാപുരം ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ SMVT ബാംഗ്ലൂർ മുരുടേശ്വർ ഉണ്ട്. അത് നമ്മുടെ തൊട്ട് ബാക്കിൽ ജംഗ്ഷൻ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഈ 4 വണ്ടിയാണ് വാലേ ഗാർഡ്സ് ഇറങ്ങി വന്നത്. ഇപ്പം നമ്മൾ മംഗലാപുരം സെൻട്രൽ ഔട്ടറിൽ കൊണ്ട് തൂക്കിയിരിക്കുകയാണ്. അപ്പം എന്താണെന്നില്ല, കാരണം ഒരു വണ്ടിയും അവിടെ നിന്ന് ഇങ്ങോട്ടും ഇല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട്. പ്ലാറ്റ്ഫോം നമ്പർ 5 നമ്മൾ കയറ്റുന്നത്, പക്ഷേ ഫുൾ പ്ലാറ്റ്ഫോമൊക്കെ ഫ്രീയാണ്. ആർക്കറിയാം എന്തോ പ്രശ്നമുണ്ടോ, അതുകൊണ്ട് കുറച്ച് നേരം പിടിച്ചിട്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ അതുമാത്രമല്ല, ഈ വണ്ടി ജൂലൈ ആണോ ഓഗസ്റ്റാണോ അറിയില്ല, ജൂലൈ ഓഗസ്റ്റ് അറ്റ്ലീസ്റ്റ് എൻഡ് ഓഫ് ദ മന്തിൽ ഈ വണ്ടി യശ്വന്ത്പൂരിൽ നിന്ന് SMVT ബാംഗ്ലൂർക്ക് പോകും. KSR വരെ പോകില്ല കേട്ടോ. അപ്പം അവർ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻസും ടിക്കറ്റ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രെയിൻ ട്രൈപ്പ് കേരള നമ്മുടെ വാട്സപ്പ് ചാനലുണ്ട് കേട്ടോ. അത് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്താലും മതി. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് ട്രാവൽ ചെയ്യുന്ന ഈ വണ്ടി തന്നെ ഈ മാസം അവസാനം അല്ലെങ്കിൽ ജൂലൈ അവസാനം ഇത് ബാംഗ്ലൂർ പോവില്ല. യശ്വന്ത്പൂരിൽ നിന്ന് KSR പോവില്ല, അത് ബൈപ്പാസ് ചെയ്ത് SMVTക്ക് പോകുന്നുണ്ട്. അപ്പം ആ നോട്ടിഫിക്കേഷനൊക്കെ എനിക്ക് ഇന്നലെ അറിഞ്ഞതാണ്. അപ്പം നമ്മുടെ ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക. വണ്ടിക്ക് സിഗ്നൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇതുപോലത്തെ ട്രെയിൻ അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ, ടിക്കറ്റ് അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ, പാർഷ്യൽ ക്യാൻസലേഷൻ ആയിക്കോട്ടെ, എല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ അറിയിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത്യാവശ്യമായിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടും. ജോയിൻ ചെയ്യാട്ടോ എല്ലാവരും. ഈ നമ്മുടെ ആസാദിക്ക അമൃത് മഹോത്സവ് ലിവറി അടിച്ച WP4 ആണ്. ഈറോഡ് ഷെഡിൻ്റെ അവിടെ നമ്മുടെ മംഗലാപുരം മഡ്ഗാവ് വന്ദേ ഭാരത് ഡിപ്പാർട്ട് ചെയ്യാം കേട്ടോ. അത് നമ്മൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ഫുള്ള് കാലി അടിച്ചു കൊടുന്നൊരു വണ്ടി കേട്ടോ അത്. ഈ നമ്മുടെ സ്വന്തം ചെന്നൈ പ്രിൻസ്, അത് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് കൊള്ളും. അതുകൊണ്ട് ഞാൻ എന്നാലും പറയാം, ഈ നമ്മുടെ ചെന്നൈ മംഗലാപുരം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കേട്ടോ, അല്ലെങ്കിൽ ചെന്നൈ പ്രിൻസ് നമ്മൾ വിളിക്കും. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം വരെ വന്ന മാവേലി എക്സ്പ്രസ് ആട്ടോ. അത് അത്യാവശ്യമായി LHB ആവേണ്ട ഒരു വണ്ടി ആട്ടോ മാവേലി. ഇനി നമ്മുടെ മലബാർ എക്സ്പ്രസ് റേക്ക് ഷെയറിംഗ് ഉണ്ട്. അപ്പം ഈ വന്ന റേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഫുൾ കോച്ച് സെറ്റായിരിക്കും മലബാർ എക്സ്പ്രസ് ആയിട്ട് പോകുന്നത് കേട്ടോ. ഇവിടുന്ന് 1 മണിക്കൂർ 27 മിനിറ്റ് ലേറ്റായിട്ട് മംഗലാപുരം സെൻട്രൽ നിർത്തിയിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് കാസർഗോഡ്, കാഞ്ഞങ്ങാട്, നീലേശ്വരം സ്റ്റോപ്പ് ഉണ്ടായിട്ടാണ്. പയ്യന്നൂരായിരുന്നു ഉണ്ടായത്, പക്ഷേ നീലേശ്വരം കുറേ ആൾ വിളിച്ച് സ്റ്റോപ്പ് ഉണ്ടാക്കിച്ച്. ഇനി അടുത്ത നീലേശ്വരം, പിന്നെ പയ്യന്നൂർ കേട്ടോ.
നമ്മുടെ 22113 മുംബൈ LTT തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് നേത്രാവതി ക്യാബിൻ എത്തിയിരിക്കുകയാണ്. അപ്പം അവൻ കുറച്ചും കൂടി പാസ് ആയ ശേഷം നമുക്ക് സിഗ്നൽ വരും കേട്ടോ. നമ്മളൊക്കെ മെല്ലെ ഉരുട്ടി പോവാം. നമ്മളെ തൊട്ട് ഫ്രണ്ടിലാട്ടോ അതിൽ. നമ്മൾ നേത്രാവതി ക്യാബിൻ കയറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന നമ്മുടെ പുതുച്ചേരി മംഗലാപുരം കേട്ടോ. മംഗലാപുരം ജംഗ്ഷൻ വന്ന ലൈന് ഇതിലൂടെ കേട്ടോ വരണേ. നമ്മൾ നേത്രാവതി എക്സ്പ്രസ്സും LTT സൂപ്പർ ഫാസ്റ്റൊക്കെ ഇതിലൂടെ വന്ന് ഈ ലൈൻ ജോയിൻ ചെയ്യും ഇവിടെ കണ്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ കാസർഗോഡേക്ക് പോകും. ചെറുവത്തൂർ വിട്ടേ വണ്ടി ഇതേ ഫുള്ള് കാലി കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് ഇറങ്ങാൻ പോവാണ് പയ്യന്നൂർ. ചെറുവത്തൂർ സ്റ്റോപ്പില്ല, സ്കിപ്പ് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ പയ്യന്നൂർ ഇറങ്ങാൻ പോവാം. അപ്പോൾ നമ്മളെ വണ്ടി വിട്ടിരിക്കുകയാണ്. നമ്മൾ സക്സസ്ഫുള്ളി പയ്യന്നൂരെത്തി. നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുക കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.